പാർട്ടിലെ ഒരു പ്രോബ്ലം അതിൽ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ രണ്ട് ഇമ്പിഡൻസ് Z1 Z2 230 വോട്ട് 50 ഹെർട്സിന് അക്രോസ് കൊടുക്കും. 60 വാട്ടും 100 വാട്ടും 60 വാട്ടും. വി എന്ന് പറയുന്നത് 230, ഫ്രീക്വൻസി 50 ഹെർട്സ്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.5, cos 5 എന്ന് പറഞ്ഞാൽ 0.6. പവർ എന്ന് പറഞ്ഞാൽ V1 I1 cos 5 ആണ്. V ഇപ്പോൾ സീരീസ് ആകുമ്പോൾ 230, I1 ഇൻറ്റു 0.5. 0.5 ആവണ സമയത്താണ് 0.5 പവർ ഫാക്ടർ ആകുമ്പോഴാണ് 100 വാട്ട്. I1 എന്ന് പറഞ്ഞാൽ 100/230 ഇൻറ്റു 0.5 0.87 ആംബിയർ. I² ഇൻറ്റു R1 എന്ന് പറയുന്നതും 100 വാട്ടാണ്. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ 100/I1², 100/0.87² എന്ന് പറഞ്ഞാൽ 132 ഓമാണ്. അപ്പോൾ പവർ തന്നിട്ടുണ്ട്, ഒന്ന് 100 വാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 100 വാട്ടിന് പവർ ഫാക്ടർ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ഉപയോഗിച്ചത്, ആ പവർ ഫാക്ടർ ഉപയോഗിച്ച് ആദ്യം കറണ്ട് കണ്ടുപിടിച്ചു. കറണ്ട് കണ്ട ശേഷം പിന്നെ അതേ ഇക്വേഷനിൽ തന്നെ ഇട്ട് R1 കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ R1 ആയി, ഒരു സർക്യൂട്ട് Z1-ൽ R1 ആയി. ഇനി 0.8 പവർ ഫാക്ടർ 0.5 പവർ ഫാക്ടർ ലാഗിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കൂടെ ആറിൻ്റെ കൂടെ ആരുണ്ടാവുക, XL ആണ് ഉണ്ടാവുക. അപ്പോൾ ഇമ്പിഡൻസ് കാണണമെങ്കിൽ, അതായത് Z1 കാണണമെങ്കിൽ V/I1 ചെയ്താൽ മതി. V എന്ന് പറഞ്ഞാൽ 230, I1 എന്ന് പറഞ്ഞാൽ 0.87, 264 ഓം ആവും. അപ്പോൾ അതിൽ നിന്ന് XL1 കാണാം. അതായത് √ Z1² മൈനസ് R1². 264 മൈനസ് 64² മൈനസ് 132ൻ്റെ സ്ക്വയർ ചെയ്താൽ 229 ആവും. പിന്നെ നമുക്ക് കാണാനുള്ളത് L, അതായത് ആരാണ് അതിൻ്റെ കപ്പാസിറ്റർ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക, സോറി ഇൻഡക്ടർ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നമുക്കത് കാണാൻ പറയാത്തത് കൊണ്ട് കാണാത്തതാണ്. ഇനിയും V1 അല്ലെങ്കിൽ V1 I1 cos 2 എന്ന് പറയുന്നതാണ് 230 ഇൻറ്റു I2 ഇൻറ്റു 0.6 ആണ് 60 വാട്ടായിട്ട് ഉപയോഗിക്കുന്നത്. റെസ്പെക്റ്റീവ്ലി എന്ന് എഴുതിയത് കൊണ്ടാണ് 60 വാട്ടിന് കറസ്പോണ്ടിങ് ആണ് എന്തെന്ന് പറഞ്ഞത്, വാല്യൂ എന്ന് പറഞ്ഞത്. സോ I2 എന്ന് പറഞ്ഞാൽ 60/230 ഇൻറ്റു 0.6, 0.434 ആംബിയർ ആണ്. നേരത്തെ ചെയ്ത ഇതുപോലെ തന്നെ I1 പോലെ തന്നെ I2 നമുക്ക് കിട്ടും. I1² ഇൻറ്റു R1 എന്ന് പറയുന്നതാണ് 60 വാട്ട്. എന്താണ് വ്യത്യാസമുള്ളത്, പവർ ഫാക്ടർ മാത്രമാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ I1 മാറി. I1 ആദ്യം 0.87 ആണെങ്കിൽ 60/230 ഇൻറ്റു 0.6 എന്ന് പറഞ്ഞാൽ 0.434 ഉള്ളൂ. ഈ 0.34 60/0.434ൻ്റെ സ്ക്വയർ ചെയ്താൽ R2 ആയി. R2 എന്ന് പറഞ്ഞാൽ 318 ആയി. നേരത്തെ മാതിരി തന്നെ, പക്ഷേ വ്യത്യാസമുള്ളത് ലീഡിങ് ആയതുകൊണ്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. മുമ്പ് Z2 ആണ്. V/I2, V 230/0.434 എന്ന് പറയുമ്പോൾ 530 ആയി. 530 ആവുമ്പോൾ √530² മൈനസ് 318ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 424 ആയി. Z1-ഉം Z2-ഉം കണക്ട് ചെയ്യുന്നത് സീരീസ് ആണെങ്കിൽ
ആർ എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 ആണ്. അതായത് 132 പ്ലസ് 318 450. പിന്നെ ഉള്ളത് ടോട്ടൽ ഇൻഡക്റ്റൻസ് ആണ്. XL പ്ലസ് XC ആണ്. XL പ്ലസ് XC എന്ന് പറയാൻ പറ്റൂലല്ലോ അല്ലേ, സീരീസ് കണക്ഷൻ ആണല്ലോ. അപ്പോൾ XL മൈനസ് XC അതിന് തമ്മിൽ ഡിഫറൻസ് ആണ്. 229 മൈനസ് 424 മൈനസ് 192 കപ്പാസിറ്റീവ് ആയതുകൊണ്ടാണ് എക്സ് മൈനസ് ആക്കിയെടുത്തിരിക്കുന്നത്. ഇമ്പിഡൻസ് കാണാൻ √R² പ്ലസ് X² ആണ്. 450 സ്ക്വയർ മൈനസ്, കാരണം ടോട്ടലാണ്, ആ Z1ഉം Z2ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 450 സ്ക്വയർ പ്ലസ് 195 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 420. കറണ്ട് എന്ന് പറഞ്ഞാൽ V/Z, വി എന്ന് പറഞ്ഞാൽ 230 ഡിവൈഡ് ബൈ 490 എന്ന് പറഞ്ഞാൽ 0.47. പവർ കൺസ്യൂം എന്ന് പറഞ്ഞാൽ I² × R, 0.47 സ്ക്വയർ ഇൻറ്റു 450, 99 വാട്ട്സ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos Y R/Z, R എന്ന് പറയുന്നത് ടോട്ടൽ 450/490, 0.92 ലീഡ്. Power factor will become unity when the net capacitive reactance is neutralized by the equal inductive reactance. The reactance is required in series purely inductive coil 192. രണ്ടും തുല്യമാവുകയാണെങ്കിൽ. ഇതിൽ ഈ ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചോദ്യത്തിൽ ആകെ കൺസ്യൂം ചെയ്യുന്ന പവർ 100 വാട്ടാണ് 0.5 ലാഗിങ്ങിൽ, 600 വാട്ടാണ് 0.6 ലീഡിങ്ങിൽ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലാഗിങ് ആവുമ്പോൾ കിട്ടാവുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്, ലീഡിങ് ആവുമ്പോൾ കിട്ടുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആദ്യം 100 വാട്ടിനെ VI cos φ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കറണ്ട് കാണണം. ആ കറണ്ടിനെ I²R-ന്റെ 100-ലിട്ടിട്ട് R1 കാണണം. R1-നെ Z കണ്ടിട്ട് Z-ൽ നിന്ന് കുറയ്ക്കുകയും വേണം. ഓക്കെ, അപ്പോൾ പവർ ഫാക്ടർ മാത്രം മാറുമ്പോൾ രണ്ട് ഇമ്പിഡൻസ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ശരിക്കും കാണുക.